ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേസ്റ്റിൽ ടൈ ഉള്ള ഒരു ടൈപ്പ് ഫ്രോക്ക്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തുന്നാം. അപ്പോൾ അതെങ്ങനെയാണ് തുന്നാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സാരിയുടെ ഒരു ബാക്കി തുണി 2.5 മീറ്റർ ബാക്കി ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2.5 മീറ്റർ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലൈനിങ്ങും 2.5 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു യോക്കൊക്കെ ഉള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇത് എനിക്ക് ഇതിൻ്റെ യോക്ക് പോർഷൻ വരുന്നത് 15 ഇഞ്ചിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 15 ഇഞ്ചിൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. കണ്ടോ, അപ്പോൾ അതാ 14 ഇഞ്ച് വരും നമ്മൾ തയ്ച്ച് പോകുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ ഇതിന് വരുന്നത് ഷോൾഡർ. ആം ഹോള് 6.5 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.25. അപ്പോൾ ഇത് ലൈനിങ് അല്ലേ, മറച്ചിട്ട് വരുമ്പോൾ 3.5. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാൻ 5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും ഒരേ ഇറക്കം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ ഇറക്കത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8. അതിൻ്റെ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ 4 ഇഞ്ചിലൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടോ. അതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് ഉണ്ടോ. അതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ പകുതി എടുത്തു. നമ്മൾ പകുതി എടുത്തിട്ട് 1 ഇഞ്ചിൽ നമ്മളിതാ ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മൾ ആം ഹോളിൻ്റെ കർവ് വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാനായിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ തള്ളി മുന്നിലേക്ക് വരയ്ക്കുക. എന്നിട്ട് അതൊന്ന് ചെരിച്ച് വരയ്ക്കുക കേട്ടോ. ഇതിങ്ങനെ ചെരിച്ച് വരയ്ക്കുക. ചെരിച്ച് വരച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് നമ്മുടെ ആ ഫ്രണ്ട് ആം ഹോൾ ഇങ്ങനെ തള്ളി വരയ്ക്കില്ലേ, അതുപോലെ കുഴിച്ച് വരയ്ക്കുക. അതെ, ഇതുപോലെ വരച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത് 7 കേട്ടോ. അപ്പോൾ 7ൻ്റെ കൂടെ ഒരു 0.5 ഞാനൊരു ലൂസിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7.5 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതാ ഞാൻ ആ ചെസ്റ്റും വേസ്റ്റും കണക്ട് ചെയ്ത് വരച്ചു. അതിനുശേഷം 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. അതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് മെയിൻ തുണിയിൽ വെക്കണം കേട്ടോ. ഇതാ വെച്ച് വന്നു. അതിനുശേഷം നമ്മൾ ഈ ബാക്കി തുണി ഉണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ 4ആയിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടോ ഇത് വീതിയിൽ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ലെങ്ത്ത് താഴേക്ക് വേണ്ട ലെങ്ത്ത് ഈ 30 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ 30 ഇഞ്ചിൽ ഞാനൊരു ലൈൻ വരച്ചു. എനിക്ക് എത്ര വേണം ആ കസവിൻ്റെ ഭാഗം ചേർത്ത് വയ്ക്കുക. അതാ 30 ഇഞ്ചിൽ ആ ലൈൻ താഴോട്ട് കേട്ടോ. ഈ മയിൽ നോക്കണ്ട, കണ്ടോ. എന്നിട്ട് നമ്മൾ യോക്കിൻ്റെ പാർട്ട് വെട്ടിയില്ലേ, അത് നമ്മൾ ഇവിടേക്ക് വെക്കുക. കണ്ടോ. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ഒരു ലൈൻ പോലെ നമ്മളൊന്ന് വരച്ചു കൊടുത്താൽ മതി. നമുക്ക് എത്ര തുണിയുടെ വീതി കിട്ടണോ, എനിക്ക് ഇത്രേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ വീതിയിൽ വരച്ചു കൊടുത്തത് ഇതുപോലെ. പിന്നെ ഒരു 3 ഇഞ്ചിൽ ഞാനിതാ ഒരു ഹൈറ്റിൽ വരച്ചിട്ട് അവിടെ തൂങ്ങി കിടക്കാതിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുത്തുട്ടോ. ഞാൻ ഇത് അടിയിൽ കസവാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രില്ലോ എന്ത് വേണമെങ്കിൽ വെക്കാം. ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ് കേട്ടോ. നമുക്ക് ആ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് 4ആയിട്ട് മടക്കി വെച്ചിരിക്കുന്നത്. ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മെയിൻ തുണി ഇതുപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ സ്കേർട്ടിൻ്റെ യോക്കിൻ്റെ പാർട്ട് ഇതേ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ മെയിൻ തുണിയും ലൈനിങ്ങും തയ്ച്ചത് ഇതുപോലെ മറച്ചിടുക. എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതിൽ മറച്ചിടുമ്പോൾ ഞാൻ വേറൊരു കാര്യം, ഞാൻ ഈ ഫ്രണ്ട് നെക്ക് തയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ലൈനിങ് കണ്ടോ, ആ ലൈനിങ്ങിൻ്റെ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന ഈ ഭാഗമല്ലേ, അതിലൂടെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ തുണിയുടെ ആ ഒരു എല്ലാ ഭാഗങ്ങളും കണ്ടോ, ആ മെയിൻ തുണിയുടെ അത്രയും ഭാഗം ഇപ്പുറത്തോട്ട് പിടിക്കുന്ന ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് പിടിച്ചിട്ട്, അപ്പുറത്തോട്ട് പിടിക്കരുത്, ഇപ്പുറത്തോട്ട് പിടിച്ചിട്ട് ഇതാണ്ടോ ഈ ലൈനിൽ കാണുന്ന പോലെ ഇതാ ഞാൻ കാണുന്ന ആ ഭാഗത്തോടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഓരം ചേർന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. കണ്ടോ എൻ്റെ നെക്ക്. അപ്പോൾ ഞാനവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാറില്ല അവിടെ, എന്നാലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ ഇതുപോലെ നമ്മൾ ഷോൾഡറുകളൊക്കെ കൂട്ടിക്കൊണ്ടുവരിക കേട്ടോ. കൂട്ടി നമ്മൾ വെച്ചു. ഇനി നമ്മുടെ യോക്കിൻ്റെ സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തുക. നമ്മളിതേ അടയാളപ്പെടുത്തി കേട്ടോ. അതിനുശേഷം നമ്മൾ യോക്ക് പാർട്ടും അതുപോലെ അടയാളപ്പെടുത്തി വെക്കണം. യോക്ക് പാർട്ടും ലൈനിങ്ങും മെയിൻ പാർട്ടും നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. ഒരുമിച്ച് തയ്ച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെയും സെൻറ്റർ പാർട്ട് അടയാളപ്പെടുത്തുക. ഇത് രണ്ടിൻ്റെയും യോക്കിൻ്റെയും സ്കേർട്ടിൻ്റെയും കണ്ടോ ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുക കേട്ടോ. നമ്മൾ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് അത് തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മൾ തയ്ച്ചെടുത്ത് കൊണ്ടുപോകുന്നു. ഇതുപോലെ
തയ്ച്ചത് ജോയിൻ ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഷേപ്പ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മളിതാ ഇത്രയും ഭാഗം വരെ മാത്രം ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുക. മുഴുവനായിട്ട് തയ്ച്ച് വെക്കരുത്. കാരണം നമുക്ക് അവിടെ ടൈ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് തയ്ക്കാൻ. അത് ടൈ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തയ്ക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതാ അതുപോലെ ഞാൻ തയ്ച്ച അത്രയും ഭാഗം തയ്ച്ചവിടെ വിട്ടിട്ട് പോകുന്നു. നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിനാണ്. ഒരു 2 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതുപോലെ അതൊന്ന് അയൺ ചെയ്ത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു യോക്ക് പോർഷൻ്റെ നമ്മുടെ ആ ഒരു ഇതിൻ്റെ യോക്ക് പോർഷൻ്റെ ആ ഭാഗത്തിൻ്റെ ആ സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തുക. അവിടെ നിന്നാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊരു ഡോറി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഡോറിക്ക് കടക്കാൻ പാകത്തിന് നമ്മൾ അതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് തയ്ച്ച് എടുക്കുക. ഈ പറഞ്ഞ പോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്ച്ചെടുത്താൽ മതി കണ്ടോ. എന്നിട്ട് നമ്മൾ ചുറ്റോറും ഇതുപോലെ വെക്കുക കണ്ടോ. ഇതിൻ്റെ ആ പോയിന്റിൽ കൂടി 2 പോയിന്റിൽ കൂടി 2 പോയിന്റിൽ കൂടി തയ്ച്ച് ഇപ്പുറത്തോടെ വരെ തയ്ച്ച് നമ്മൾ കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഡോർ ഇടാനുള്ളതാണ്. അതിന് ശേഷം നമുക്ക് സ്ലീവ് എടുക്കാം. ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ചിലാണ് കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അതുപോലെ ഞാൻ 7 ഇഞ്ചിൽ വരച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ആം ഹോൾ കർവിൻ്റെ ആ ഭാഗം നമ്മൾ അളന്നെടുക്കില്ലേ, അതിന് മുമ്പായിട്ട് നമ്മൾ 2 ഇഞ്ച് നമ്മൾ സെപ്പറേറ്റ് ഇടണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഫ് സ്ലീവ് അല്ല വെക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് സെപ്പറേറ്റ് നമ്മൾ മാറ്റി വയ്ക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ ആം ഹോളിൻ്റെ എടുക്കുക. അപ്പോൾ എനിക്ക് ആം ഹോളിൻ്റെ അവിടെ അളന്ന് വരുന്നത് 8 ഇഞ്ചാണ് കേട്ടോ എനിക്ക് വരുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് വിട്ടിട്ടാണ് എടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ 3 ഇഞ്ച് ഞാൻ ക്യാപ്പ് ഹൈറ്റ് എടുത്തു. ക്യാപ്പ് ഹൈറ്റിൽ നിന്ന് ആമിൻ്റെ റൗണ്ടില്ലേ അതെനിക്ക് 4.5 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ 4.5 ഇഞ്ചിലേക്ക് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. അതിന് ശേഷം ഞാൻ ക്യാപ്പ് ഹൈറ്റിൻ്റെ അവിടെ ഒന്ന് വരച്ചു കൊടുത്തു. ഒന്ന് ചെരിച്ച് വരച്ചു ഇതുപോലെ. ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് മുഴുവൻ കാണിക്കാത്തത്. ഇതിൻ്റെ പകുതി എടുത്തു കേട്ടോ. പകുതി എടുത്ത് നമ്മൾ ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലീവിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ ഷേപ്പ് വരച്ചു കൊടുത്തു കേട്ടോ. അത് 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. ഇതുപോലെ 2 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് ഇതുപോലെ വരച്ചെടുത്തു കേട്ടോ. ഇതുപോലെ വരച്ചെടുത്ത് ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ സെൻറ്റർ പാർട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് അവിടെ ചെറിയൊരു കട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും താഴോട്ടും ഒരു ചെറിയ കട്ട് കൊടുക്കണം. നമുക്കവിടെ പഫ് ഇടാനുള്ള ഒരു ഇത് കാണിക്കാനാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ വിരിച്ചിട്ടിട്ട് നമ്മൾ 2 ഇഞ്ചാണല്ലോ കൊടുത്തിരുന്നത് നേരത്തെ, എക്സ്ട്രാ എടുത്തിട്ടുണ്ടായില്ലേ. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് ഇപ്പുറത്തോട്ടും 1 ഇഞ്ച് ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ 2 ഇഞ്ചായില്ലേ. അപ്പോൾ ആ 2 ഇഞ്ചാണ് നമുക്ക് പഫ് വയ്ക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പിലത്തെ തുണി എടുത്തിട്ട് നമ്മൾ പഫ് എടുക്കുക. ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആം ഹോളായിട്ട് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ താഴേക്കും 1 ഇഞ്ച് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് കണ്ടോ. അപ്പോൾ കുറച്ച് തുണി അധികം വന്നാൽ നമ്മൾ കുറച്ചും കൂടി പഫയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഓരോരുത്തരുടെ ഇതുപോലെ ചെയ്യുക. ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി എടുക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ഒരു പഫിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുക്കുക. താഴത്തെ സൈഡിലേക്ക് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യില്ലേ, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ. അതുപോലെ ചെയ്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഒരു സൈഡ് വെച്ച് കൊടുക്കുക, അപ്പുറത്തെ ഭാഗത്തേക്ക് വേറെ സൈഡിൽ. ഞാൻ അതുപോലെ ഈ പഫ് ഇതുപോലെയാണ് എനിക്ക് തയ്ച്ച് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ച് 2 ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഒരു ഭാഗം ഇപ്പുറത്തേക്കാണെങ്കിൽ ഒരു ഭാഗത്തോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തയ്ച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു 3 ഇഞ്ചിൻ്റെ പീസ്, ഒരു കസവിൻ്റെ പീസ് ഉണ്ടായിരുന്നു, അതെടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു. ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ നമുക്കവിടെ ഒരു പട്ട പോലെ കിട്ടും. അങ്ങനത്തെ സ്ലീവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്ച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനത് തയ്ച്ചെടുത്തു കേട്ടോ. കണ്ടോ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഡോറി ഇട്ടു. നമ്മൾ ആ ടൈ ഇടണ്ടേ അവിടെ ഇട്ടു. അത് മുഴുവനായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാത്തിനും കഴിഞ്ഞതിന് ശേഷം മാത്രം മുഴുവനായിട്ട് തയ്ച്ചാൽ മതി. ഇനി നമുക്കത് തയ്ക്കണം. അപ്പോൾ നമ്മൾ ആ ഷേപ്പ് ചെയ്ത ആ ഭാഗം കണ്ടോ, നമുക്ക് നല്ല ഭാഗം ആദ്യം തയ്ച്ചെടുക്കുക കണ്ടോ, സെപ്പറേറ്റ് തയ്ച്ചെടുക്കുക. അതിന് ശേഷം ലൈനിങ് വേറെ തയ്ച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവിടെ ഫിനിഷിങ് ആവുള്ളൂ കേട്ടോ. അതിന് ശേഷം അതിൻ്റെ അടിയിൽ 1 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ 1 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഇതുപോലെയാണ് ഈ ഫ്രോക്ക് വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബാക്കി വന്ന തുണിയിൽ നിന്ന് നമുക്ക് കുട്ടികൾക്ക് ഇടാനുള്ളൊരു നല്ല ഉടുപ്പായി. അപ്പോൾ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്